ഡിഗ്രി കോഴ്സുകൾക്ക് ശേഷം എന്താണ് നല്ലത്? പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ആണോ, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സോ മാസ്റ്റേഴ്സ് ആണെങ്കിലും PG പ്രോഗ്രാം കോഴ്സുകൾ, അത് MBA അടക്കമുള്ള പരിപാടികളാണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്. സോ ഈ എപ്പിസോഡിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെ നല്ല അഡ്വാൻറ്റേജസ് ആണ് ഈ രണ്ട് ഓപ്ഷനുകളിലും ഉള്ളത്, ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് എന്തായിരിക്കും എന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സിന് ശേഷം എന്ത് നല്ല സ്ട്രീമാണ് നല്ലത്? ഇഫ് യു ആർ ഗെറ്റിംഗ് എ ജോബ് മാച്ചിങ് ടു യുവർ പ്രൊഫൈൽ, അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ജോലി ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ പല കൂട്ടുകാരും PG കോഴ്സുകളിലേക്കും MBA കോഴ്സുകൾക്കൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ചില കൂട്ടുകാർ വർക്കിന് വേണ്ടി ഡിഫറെൻറ്റ് പ്ലേസസ്, ഡിഫറെൻറ്റ് കൺട്രീസും വിസിറ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സോ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാം ഈ രണ്ട് ഓപ്ഷനുകൾ. ആദ്യത്തേത്, ബൈ ഡെഫിനീഷൻ എന്താണ് PG MBA കോഴ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈലിൽ നൽകാൻ പോകുന്നത്? തീർച്ചയായിട്ടും സ്പെഷ്യലൈസേഷനാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ്, ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് ആണ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ടീച്ചേഴ്സും ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഉപയോഗിച്ച് അറിവ് നേടാനുള്ള ഒരു സാഹചര്യമാണ്. നേരെ മറിച്ച് വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണ് നൽകുന്നത്. അതോടൊപ്പം ഒരു പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി എന്നൊരു കാര്യം വർക്ക് ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഒക്കെ കൂട്ടാനുള്ള സാഹചര്യം. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒബ്വിയസ്ലി PG കോഴ്സ് എന്നുള്ളത് നമുക്കറിയാം 1 മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ്, ഇൻക്ലൂഡിങ് MBA. സോ ഇതിന് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. ഒന്ന് ബൈ ഫിനാൻസ്, ക്യാഷ് വഴി. രണ്ടാമത്തത് ബൈ ടൈം. മൂന്നാമത്തത് കൂടിയുണ്ട് എഫേർട്ട്. ഏതായിരുന്നാലും എഫേർട്ട് രണ്ട് കാര്യത്തിലും വരുന്നുണ്ട്. PGയുടെ കാര്യമായാലും വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യമായാലും. കാശ് എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കാശാണ്, ആ കോഴ്സ് പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശാണ്. അതോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ തന്നെ ലഭിക്കുന്നില്ല, പിന്നീടാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു PG കോഴ്സ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് കൂടുതൽ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ആ കോഴ്സിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് അത് നേടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മന്ത്ലി സാലറി ലഭിക്കുന്നു, വർക്ക് എക്സ്പീരിയൻസിൽ കൂടിയുള്ള അറിവ് ലഭിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കാശ് ഇങ്ങോട്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തത് നോളജും അതോടൊപ്പം സ്കിൽസുമാണ്. സോ PG ചെയ്യുമ്പോൾ, MBA കോഴ്സുകൾ ചെയ്യുമ്പോൾ, ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നോളജ് എന്നുള്ളത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, തിയോററ്റിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നോളജാണ്. വളരെ ലിമിറ്റഡ് നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നു ത്രൂ ഇന്റേൺഷിപ്സ് ഒക്കെ, പക്ഷെ അത് എങ്കിലും ലിമിറ്റഡ് തന്നെയാണ്. മറ്റത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നോളജ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കൂടിയുള്ള റിയൽ ടൈം നോളജ് ഗെയിനിങ് ആണ്. റിയൽ വേൾഡിൽ നിന്ന് ആ ജോബ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന നോളജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൂടുതൽ വാല്യൂഡ് ആണ്. പക്ഷേ PG മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നോളജ് എന്നുള്ളത് ഒരു ഹൈ ഓർഡർ നോളജ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിൽ നിന്നും പല പടി മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നോളജാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് PG പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. പക്ഷെ ഇവിടെ എന്നുള്ളത് നിങ്ങൾ പഠിച്ച ഡിഗ്രി കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് മാത്രമേ ലഭിക്കുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജിലേക്ക് നിങ്ങളെ ഒതുക്കുന്നു എന്ന കാര്യവും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തത് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ് റൂമിൽ 10, 20, 30 പേരുണ്ടാകുമ്പോൾ അവരുമായി നല്ല രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഈ 40 പേര് 30 പേര് പിന്നീട് വേറെ കമ്പനികളിൽ പോകും. പല രീതിയിലുള്ള ജോബിലായിരിക്കും അവർ പോകാൻ പോകുന്നത്. അതല്ല, അവർ സ്വന്തമായി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഹ്യൂജാണ്. അതുപോലെ മറ്റുള്ള ക്ലാസ് റൂമിലുള്ള കുട്ടികൾ, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മെൻറ്റേഴ്സുമായി കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ,
ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിനുള്ള സാഹചര്യം പ്രത്യേകം സൃഷ്ടിച്ചു തരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെറ്റ്വർക്കിംഗ് അല്പം കൂടുതലാണ് ഇഫ് യു ആർ ഗോയിങ് ഫോർ യുവർ മാസ്റ്റേഴ്സ്, എസ്പെഷ്യലി MBA കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ദ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നൽകുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ പലപ്പോഴും ആ ക്യൂബിക്കിളിൽ അല്ലെങ്കിൽ ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന സാഹചര്യമുണ്ട്. ഇഫ് യു ആർ ഇൻ ടു മാർക്കറ്റിംഗ്, സെയിൽസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കസ്റ്റമേഴ്സുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യം, പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ എന്നുള്ളത്, നെറ്റ്വർക്കിംഗ് എന്നുള്ളത് നിങ്ങളുടെ കൊലീഗ്സും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ പോകുമോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ്മെന്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ടൈം മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും കരിയറിന് നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ്, മാനേജറൽ റോൾസ് നേടാൻ നിങ്ങൾക്ക് കൂടുതൽ നോളജ് ആവശ്യമുണ്ട്. അത് UGയിൽ നിന്ന് ലഭിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ത്രൂ MBA നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള PG കോഴ്സുകൾ, എസ്പെഷ്യലി ഫോർ ദ ലീഡർഷിപ്പ് റോൾസ്, നിങ്ങൾക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലോങ് ടേമിൽ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരെമറിച്ച് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെയും കരിയർ ഡെവലപ്മെന്റിനും അഡ്വാൻസ്മെന്റിനുമുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒതുങ്ങി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കരിയർ അഡ്വാൻസ്മെന്റ് വളരെ ലിമിറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു ടേക്ക് സം ഇന്റൻഷണൽ സ്റ്റെപ്സ്. കൂടുതൽ കാര്യങ്ങൾ നേടാൻ, നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങളുടെ വർക്കിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൂടുതൽ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളുമൊക്കെ ചെയ്യാതെ, നിങ്ങളുടെ നോളജ് അപ്സ്കില്ല് ചെയ്യാതെ, സർട്ടിഫിക്കേഷൻസിനും മറ്റുമുള്ള സാഹചര്യം ഉപയോഗിക്കാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റഡ് ആയി. അടുത്തത് ജോബ് മാർക്കറ്റ് വാല്യൂ ആണ്. നമുക്കറിയാം, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്ന PGകൾ, MBAകൾക്ക് ജോബ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് കൂടുതലാണ്, പ്രൊവൈഡഡ് ഹൗ യു ആർ പെർഫോമിംഗ് ഇൻ യുവർ അക്കാഡമിക് ഫീൽഡ്. തീർച്ചയായിട്ടും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് മാത്രമല്ല ഒരു വെൽ അവയർനെസ് ലഭിക്കുന്നു, നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ല ജോബ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോബും ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള നിങ്ങളുടെ അറിവും അതിൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും, നിങ്ങളുടെ ജോബ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവും, നിങ്ങൾ ചെയ്യുന്ന ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൊമൈനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യവും, അതിൽ നിങ്ങൾ അപ്ഗ്രേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് കൂടാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ ലീഡർഷിപ്പ് റോൾസിനും മറ്റും MBA പ്രോഗ്രാംസ് ചെയ്ത കൂട്ടുകാരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. MBA എന്ന് പറയുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, IIMs പോലെ, XLRIs പോലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൂടുതൽ സാഹചര്യം ലഭിക്കാറുണ്ട്. ഇവിടെ ഒരു തേർഡ് ഓപ്ഷൻ കൂടിയുണ്ട്. ഗ്രാജുവേഷന് ശേഷം, ഡിഗ്രിക്ക് ശേഷം വർക്ക് എക്സ്പീരിയൻസ് 2 to 3 years, അതിനുശേഷം MBA ചെയ്യുകയാണ്. ഈവൻ ഇഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ്, എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോബ് ലീഡർഷിപ്പ് പൊസിഷൻസിൽ ലഭിക്കാൻ സാഹചര്യം. അടുത്തത് ഫ്ലെക്സിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. MBA PG പ്രോഗ്രാമുകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കരിയർ പാത്തിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം ലഭിക്കുന്നു. എസ്പെഷ്യലി MBA ഒരു പ്രത്യേക ഫീൽഡിൽ മാത്രമല്ല, കൂടുതൽ ഡൊമൈനുകളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. സോ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്, ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിച്ച ഒരാളാണ് എങ്കിലും നിങ്ങൾ MBA ചെയ്യുമ്പോൾ MBAയിലുള്ള ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ നിങ്ങൾക്ക് അത് അഡ്മിൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, HR ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഓപ്പറേഷൻസ് ആയാലും, മാർക്കറ്റിംഗ് ആയാലും, സെയിൽസ് ആയാലും, പ്രൊജക്ട് മാനേജ്മെൻറ്റും ആയാലും ഏത് രീതിയിലുള്ള പ്രൊഫൈലിലേക്കും എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. നേരെമറിച്ച് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്, വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൊമൈനിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂ. അതല്ല, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽ അക്വയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഫീൽഡിൽ തന്നെ കൂടുതൽ സമയവും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അഗെയിൻ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ്. അത് സാലറി എക്സ്പെക്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പൊതുവെ MBA പഠിച്ച കൂട്ടുകാർക്ക് ഇഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ദാറ്റ് എൻടൈറ്റിൽഡ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി ലഭിക്കാൻ പോകുന്നു. ഈവൻ PG പ്രോഗ്രാംസ്
IITസിലും മറ്റും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രൊജക്ട്സ് ഹൈലൈറ്റഡ് ആണ്. കോൺഫറൻസസിലും മറ്റും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. യു അവെയർ വാട്ട് ഈസ് ഗോയിങ് ഓൺ യുവർ ഫീൽഡ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ PG മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ശേഷം നല്ല രീതിയിലുള്ള സാലറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എത്രത്തോളം നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ്, അവെയർ ആണ്, അതോടൊപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന കാര്യം നിങ്ങളുടെ സാലറിയും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. PG കോഴ്സ് അല്ലെങ്കിൽ MBA കോഴ്സ് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, സ്പെഷ്യലൈസ്ഡ് റോൾസ് ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു പ്രോഗ്രാം ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി വർക്ക് എക്സ്പീരിയൻസ് ആർക്കാണ് നല്ലത്? ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ, ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർ, ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കൂട്ടുകാർക്കൊക്കെ തീർച്ചയായിട്ടും വർക്ക് എക്സ്പീരിയൻസ് നല്ല കാര്യമാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാകില്ല, നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഫിനാൻഷ്യൽ കമ്പോണൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു PG MBA പ്രോഗ്രാം ചെയ്യുന്നു ഫ്രം എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിൽ അതിൻ്റെതായ കാശ് ചിലവാക്കേണ്ടി വരും. സോ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് എന്തുകൊണ്ടും നല്ലത്. വർക്ക് ചെയ്യുന്നതിൽ കൂടി ഇഫ് യു ആർ ഗുഡ് എനഫ്, ഇഫ് യു നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറിയും ലഭിക്കാനുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നു. ഇനി എന്തൊക്കെയാണ് ചാലഞ്ചസ് ഫോർ PG അല്ലെങ്കിൽ MBA ചെയ്യുന്നതിൽ കൂടി ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ? മനസ്സിലാക്കേണ്ടത് ഇത് എൻട്രി ലെവൽ റോൾസിലേക്കാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ലഭിക്കാൻ പോകുന്ന ജോബ് എന്നുള്ളത്. അതായത് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു മിഡ് മാനേജറൽ പൊസിഷനൊന്നും ലഭിക്കില്ല. മറിച്ച് ഒരു എൻട്രി ലെവലായിരിക്കും. 1-2 വർഷത്തിന് ശേഷം ആസ് പെർ യുവർ പെർഫോമൻസ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. നിങ്ങളുടെ കാശ് ചിലവാകുന്നതും നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതുമൊക്കെ എല്ലാ കൂട്ടുകാർക്കും സഹിക്കാൻ പറ്റണം എന്നില്ല. സോ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേരെ മറിച്ച് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂട്ടുകാരുടെ കാര്യമാണെങ്കിൽ അവിടെ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ ജോബ് ചെയ്ത് അവിടെ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ, ഒരു മോണോട്ടണി ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യാനുള്ള രീതികൾ അല്ലെങ്കിൽ പുതിയ പ്ലാറ്റ്ഫോംസുകൾ ബിൽഡ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കൽ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ആ ഒരു മൊണോട്ടണിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് വെരി ലിമിറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ജോബ് ചെയ്യുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങാതെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പുതിയ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഡിജിറ്റൽ വിർച്വൽ പ്ലാറ്റ്ഫോംസുകളായാലും അതല്ല ഫിസിക്കലായിട്ടുള്ള ഒരു നാച്ചുറൽ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആയാലും അങ്ങനെയുള്ള സാഹചര്യം എപ്പോഴും നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കൂട്ടുകാരൊക്കെ ഇൻ്റർവ്യൂസിന് മറ്റും പോകുന്നത് തന്നെ ഇങ്ങനെ പുതിയ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനാണ്, പുതിയ ആൾക്കാരുമായി പരിചയപ്പെടാനാണ്, പുതിയ കമ്പനികളെ കുറിച്ച് അറിയാനാണ്. സോ അങ്ങനെയുള്ള സാഹചര്യവും നിങ്ങൾക്കും സൃഷ്ടിക്കാവുന്നത്. ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ളത്. കരിയർ ഷിഫ്റ്റ്സിനും സീനിയർ റോൾസിനും ഓൺട്രപ്രണർഷിപ്സിനും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസുകൾ, MBA പ്രോഗ്രാംസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് വൺ ലൈൻ ആൻസർ എന്നല്ല, അത് ഉപയോഗിക്കാവുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾ ജോബ് ചെയ്യുന്നത് അതിൽ എക്സ്പെർട്ടീസ് നേടാനും അതോടൊപ്പം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ക്രെഡിബിലിറ്റി അക്വയർ ചെയ്യാനുമൊക്കെ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു സൊല്യൂഷൻ എന്ന ഒരു കാര്യമില്ല. മറിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആകാൻ ആഗ്രഹം, പ്രയോറിറ്റി എന്താണ് എന്നൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ PG പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാം, സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാം, MBA പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യാം. വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതിൽ കൂടി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യവുമാണ് നൽകുന്നത്. സോ രണ്ടിനും ബെനിഫിറ്റ്സ് ഉണ്ട്, രണ്ടിനും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. രണ്ടും കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കൂട്ടുകാരുമുണ്ട്. ഓൺലൈൻ ഡിഗ്രികളും ഡിസ്റ്റൻസ് ഡിഗ്രികളും ഒക്കെ വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ സമയത്ത് നമുക്ക് ജോബിനോടൊപ്പം എഡ്യൂക്കേഷനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവുമുണ്ട്. സോ ആ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ കൂടി PG ചെയ്യുന്നതിൽ കൂടിയാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടി അതിൽ എക്സ്പെർട്ടീസും ക്രെഡിബിലിറ്റിയും ആഡ് ചെയ്യുന്നതിൽ കൂടിയാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിലും
ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.